എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ CITU-വിന്റെ ഏരിയ സമ്മേളനം കോതമംഗലത്ത് നടത്തി. കോതമംഗലത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ മാറ്റുന്നതിൽ സമ്മേളനം പ്രതിഷേധിച്ചു. കോതമംഗലത്ത് ഓട്ടോ സ്റ്റാൻഡുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള നടപടി ശരിയല്ലെന്ന് എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ കോതമംഗലം ഏരിയ കൺവെൻഷൻ ആരോപിച്ചു. നീക്കത്തിൽ നിന്ന് അധികാരികൾ പിന്മാറണം. പ്രസിഡന്റ് KM ബഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി VM സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി KA നൌഷാദ് സ്വാഗതവും രാജു ജോർജ് കൃതജ്ഞതയും പറഞ്ഞു. പുതിയ ഓട്ടോറിക്ഷകൾ എടുക്കുന്ന തൊഴിലാളികൾ ഡീസൽ പെട്രോൾ ഓട്ടോറിക്ഷകൾ ഒഴിവാക്കി ഇലക്ട്രിക്കൽ വാഹനത്തിലേക്ക് മാറുകയാണെങ്കിൽ 40,000 രൂപ സബ്സിഡി നൽകാൻ ഗവൺമെന്റ് തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുക. അതുകൂടാതെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പല സ്റ്റാൻഡുകളും പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം ആകുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു, ബജറ്റിൽ പ്രഖ്യാപിച്ചു, ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ സംരക്ഷിക്കപ്പെടണം. അതിന് ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ സ്മാർട്ട് സ്റ്റാൻഡുകളാക്കി മാറ്റുന്നതിന് അവിടെ തൊഴിലാളിക്ക് വിശ്രമിക്കാൻ, അവരുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ, അവരുടെ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു വിശ്രമ കേന്ദ്രമായി ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ മാറുന്നതിന് സംസ്ഥാന ബജറ്റിൽ പണം വകയിരുത്തി തീരുമാനമാകുന്നു എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. GTV ന്യൂസ് കോതമംഗലം.